പ്രൊഡക്റ്റ് എന്റെ ലൈഫിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനത് അതിനെക്കുറിച്ച് എനിക്ക് ഒന്ന് അറിയണ്ടേ? ഇത്രയും വലിയ മാജിക്. കാരണം പല ഡോക്ടേഴ്സും വലിയ MBBSഉം FRCS ഒക്കെ കഴിഞ്ഞ വലിയ ഡോക്ടേഴ്സിന് പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സാധാരണ ആൾ പ്രൊമോട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കി തന്നു. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറ്. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്. ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ്. അതിന് കൂടെ തന്നെ ഒരു കോട്ട് കൂടി പറയാണ്, എവറിഥിങ് വിൽ കം ടു യു അറ്റ് ദ പെർഫെക്റ്റ് ടൈം. ഈ രണ്ട് കോട്ടുകൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന് വളരെയേറെ പ്രാധാന്യമുള്ള കോട്ടുകളാണ്. എവറിഥിങ് വിൽ കം ടു യു അറ്റ് ദ പെർഫെക്റ്റ് ടൈം. എല്ലാം ശരിയായ സമയത്ത് എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയാറുണ്ട്. ഈ ലോകത്ത് എന്തും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒന്നും എന്തില്ല, വെറുതെ ഒരു കാര്യം സൃഷ്ടിക്കപ്പെടുകയില്ല. നമുക്ക് നമ്മുടേതായുള്ള ആവശ്യങ്ങളായി മാറുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ എവറിഥിങ് വിൽ കം ടു യു അറ്റ് ദ പെർഫെക്റ്റ് ടൈം. ശരിയായ സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷെ വന്നു ചേരണമെങ്കിൽ എന്ത് വേണം? വെറുതെ വന്നു ചേരില്ല. അവിടെ നമ്മൾ എടുക്കേണ്ട എഫേർട്ടുകൾ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് വന്നു ചേരേണ്ട ഓരോ കാര്യങ്ങളും വരികയുള്ളൂ. സോ ഈ ഒരു കോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസിലേക്ക് വരികയാണ്. ഏകദേശം എന്റെ ഡിഗ്രി പഠന സമയത്ത്, ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതായത് നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഏകദേശം എന്താ പറയാ, ഫസ്റ്റ് ഒരു 2 ഇയേഴ്സോളം ഡോർ ടു ഡോർ സെല്ലിംഗ് ആയിരുന്നു. കസ്റ്റമറെ മീറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ പ്രൊഡക്റ്റ് കൊടുത്ത് അവരോട് കാര്യങ്ങൾ ഡോർ സ്റ്റെപ്പിൽ കസ്റ്റമറെ മീറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നിയറസ്റ്റ് 2 ഇയേഴ്സ് ഞാനത് ചെയ്തു. അതിനുശേഷം ഒഫീഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനിയുടെ ബ്രാഞ്ച് മാനേജറായിട്ട് പ്രൊമോട്ട് ആകുകയാണ്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ടോട്ടലി നിയറസ്റ്റ് ഒരു 7 വർഷത്തോളം 7 ഇയേഴ്സിന്റെ അടുത്ത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വലിയ രീതിയിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗിന്റെ പാഠങ്ങൾ എന്താണ്, ഈ മാർക്കറ്റിംഗിന്റെ പവർ എന്താണ്, ഈ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റിന്റെ ഒരു ഡെപ്ത് എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് അവിടെ വെച്ചാണ്. അപ്പോ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കേരളത്തിൽ നിന്ന് തമിഴ്നാടൊക്കെ ആയിട്ട് ഒരു ടൈമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് പിന്നെ ഏകദേശം 2011 സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. 6-7 വർഷത്തോളം വർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ള ഉദ്ദേശത്തോടെ വേറൊരു ജോലിയുടെ ഭാഗമായിട്ട് ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടത് ബിസിനസ് ആയിരുന്നു. ബിസിനസ് ആണ് നമുക്കറിയാം, പല ടൈമിലും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈമിലാണ് എനിക്ക് IOCL കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL പെട്രോൾ പമ്പ് മാനേജറായിട്ട് ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോബിൽ കയറുന്നത്. അപ്പൊ അങ്ങനെ ജോലി കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഏകദേശം മാഹി എന്ന് പറയും, കേരളമല്ല, മാഹിയിലാണ് അത് വരുന്നത്. പുതുച്ചേരി സ്റ്റേറ്റ് ആണ് മാഹി. അവിടെയാണ് നമുക്ക് ജോലി ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ജോലിയിൽ കയറുകയാണ്. ഏകദേശം പിന്നെ ഒരു 3 ഇയേഴ്സോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പോ നമ്മുടെ ഒരു ബിസിനസ് നിന്ന് കൺവേർട്ട് ആയിട്ട് ഒരു ജോലിയിലേക്ക് എന്ത് ചെയ്തായി, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മേഖല ബിസിനസ് ആയിരുന്നു, അവിടെ നിന്ന് മാറി ഒരു ജോലി എന്നുള്ള പെർസ്പെക്റ്റീവിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എന്ത് ചെയ്യും, ഓഫീസിലേക്ക് പോകും. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയാ, നോട്ട് ബാഡ് എന്ന് പറയാം. അത്യാവശ്യം ഒരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള രീതിയിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് പോകുന്ന സമയമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ജോലി ചെയ്തു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്ത സമയത്ത്, ഞാൻ ആദ്യം ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ അത് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡവും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ജോലി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ജോലി എന്ന് പറയുന്ന സമയത്ത് അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ രാവിലെ മോർണിംഗിൽ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാല്
അവിടുന്ന് നമ്മൾ ചെയ്യേണ്ടത്, അതായത് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ എന്താണ്, നിർബന്ധമായിട്ട് നമ്മൾ അവിടെ നമ്മളെ ആരും ഗൈഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ പോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഡെയിലി ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ വൈകിട്ട് ഒരു എന്താ പറയാ ഒരു 5 മണിക്ക് കഴിയും, ചിലപ്പോൾ ഒരു 6 മണിയാകും, ചിലപ്പോൾ 8 മണിയാകും. ചില ദിവസങ്ങളിൽ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് ഓഫീസിൽ ഇരുന്നിട്ട് ചില കാര്യങ്ങൾ മന്ത് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഈ റെന്റ് മന്ത് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്ത് വരുന്ന സമയമായിരുന്നു. അപ്പൊ എപ്പോഴും എന്താണ് ഒരു ബിസി ഷെഡ്യൂൾ ആയിരുന്നു. എപ്പോഴും നമുക്ക് എപ്പോഴും ഓഫീസ് വീട് ഈ ഒരു ലെവലിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം 2017 ലാസ്റ്റ്. ഞാനിത് പറയാൻ കാരണം, എനിക്ക് മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്ലാൻ കിട്ടി, പക്ഷെ ഞാൻ അതിൽ എന്ത് ചെയ്തില്ല, അതിൽ വർക്ക് ചെയ്യാൻ തയ്യാറായില്ല. അപ്പൊ എനിക്ക് വന്ന ഒരു നഷ്ടം കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ മീറ്റിംഗിലുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ പറയാ, നിങ്ങൾക്ക് ഇന്ന് ഇരിക്കുന്ന ആളുകൾ പല ആളുകളും ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ 2017 ലാസ്റ്റില് എനിക്ക് മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്ലാൻ കിട്ടി. അപ്പൊ ഈ പ്ലാൻ കിട്ടിയ സമയത്ത് എന്നോട് ജസ്റ്റ് എന്റെ ഞാനൊരു ബൈക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വടകര RT ഓഫീസിൽ പോയ സമയത്താണ് അവിടെയുള്ള നമ്മുടെ RTC ലീഡർ സുജേഷ് സാറാണ് എന്നോട് ജസ്റ്റ് പറയാണ്, എന്നോട് ഒന്ന് പരിചയപ്പെട്ട സമയത്ത് ഞാൻ മൂപ്പരോട് പറഞ്ഞു, പിന്നെ ഇന്ന ഫീൽഡാണ് ഞാൻ, മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു പാർട്ട് ടൈം വർക്ക് ഉണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ചൊവ്വാഴ്ചയാണ് ഞാൻ പോകുന്നത്. എന്നോട് പറഞ്ഞു ബുധനാഴ്ച നാളെ വടകര ഡേമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്യും, നിങ്ങൾക്ക് ചിലപ്പം ഹെൽപ്ഫുൾ ആവുന്നു. അപ്പൊ ഇത് കേട്ട സമയത്ത് ഞാൻ ഇത് വേറൊന്നും പറഞ്ഞില്ല മൂപ്പറ. ഇപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്തു, അടുത്ത ദിവസം വടകര ഡേമാർട്ടിൽ പോയി മീറ്റിംഗ് GTS അറ്റൻഡ് ചെയ്തു. അപ്പൊ അന്ന് എനിക്ക് GTS ആണെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അത് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ചൊക്ലിയിൽ ഒരു അനസാറായിരുന്നു. അന്ന് GTS പ്രസന്റ്, നല്ല GTS ആയിരുന്നു. നല്ല GTS മാത്രമല്ല, ഒരുപാട് ആളും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അപ്പൊ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ബിസിനസ് എന്നുള്ള കാര്യം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല കുറെ പ്രൊഡക്റ്റുകൾ കേട്ടു. അപ്പൊ പ്രൊഡക്റ്റുകൾ കേട്ട സമയത്ത് കുഴപ്പമില്ല, ഇതൊക്കെ അത്യാവശ്യം നമുക്ക് എന്താണ്, പല പ്രൊഡക്റ്റുകളും നമുക്ക് തന്നെ ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അടുത്ത ദിവസം തന്നെ കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് ഐഡിയ ആക്റ്റീവ് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട്, അതായത് ബിസിനസ് പർപ്പസ് അല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി എന്നിട്ട് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിലൊക്കെ ഉപയോഗിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് പിന്നെ ഒരു എന്താ പറയാ, പിന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് ബിസിനസിന് വേണ്ടി ലീഡർമാർ വിളിക്കാറുണ്ട്. അവരിങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി അടുത്ത മീറ്റിംഗ് പ്രോഗ്രാം ഒക്കെ പറഞ്ഞിട്ട് വിളിക്കും. പക്ഷെ ഒന്നിനും എന്തില്ല, നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് സമയമില്ലാത്തത്, നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, അതാണ് കറക്റ്റ്, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുത്തത്. മറ്റേ ഈ ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുള്ളൂ, പഠിക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ ഏകദേശം ഒരു 3 to 4 years ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഏകദേശം നിയറസ്റ്റ് 5 yearsന്റെ അടുത്ത് ഞാൻ ഈ ബിസിനസ് ഐഡിയ അടിച്ചിട്ട് എവിടെ ഒന്നും തിരിഞ്ഞു മറിഞ്ഞു നോക്കാതെ നടന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു സമയത്തിന്റെ വാല്യൂ എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് പലപ്പോഴായിട്ട് വിളിക്കുന്ന സമയത്ത് അതിലിടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചില മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തു. അങ്ങനെ ചില മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ പിന്നെന്താ, നമുക്കറിയാലോ വരുന്ന സമയം ചെറിയ ടീമൊക്കെ ആയി വന്ന് കുറച്ച് നമ്മൾ അടുത്ത സുഹൃത്തുക്കളോട് കാര്യം പറയുന്ന സമയത്ത് വല്ലപ്പോഴും, അതായത് വളരെ റെയർ ആയിട്ട് മാത്രം മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത സമയത്ത് ആ ഒരു 4-5 വർഷത്തിനിടയിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 2 ലക്ഷം, 1 lakh മാച്ച് ചെയ്തത് 1 lakh BVയുടെ മാച്ചിങ്, അതായത് 2 lakh ബിസിനസ് വോളിയമാണ് ആ ഒരു ടൈമിങ്ങിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്, അന്ന് എനിക്ക് ബിസിനസ് എന്താണെന്നറിയില്ല, ഇതിന്റെ പ്രാധാന്യം എന്താണെന്നറിയില്ല, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയില്ല, ഒരു കാര്യം അറിയില്ല. ഒരു റൂബി റാങ്ക് വരെ ആ സമയത്ത് ഒരു പാർട്ട് ടൈം ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പൊ എനിക്ക് അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്തൊരു സമയമാണ്
അപ്പൊ അറിയാതെ എന്താ പറയാ, അറിയാതെ മീൻസ് നമ്മൾ ഒന്ന് രണ്ട് പേരെയൊക്കെ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയ സമയത്ത് അവിടെയൊക്കെ അതിൽ കുറച്ച് ആളുകളൊക്കെ മെല്ലെ മെല്ലെ സീരിയസ് ഒക്കെ ആവാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ലീഡേഴ്സിന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു റൂബി റാങ്കിലേക്ക് മെല്ലെ മെല്ലെയായിട്ട് വന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ എന്റെ ടേണിംഗ് പോയിന്റിലേക്കാണ് വരുന്നത്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരിക്കുന്ന ഒരു വളരെ പ്രഷ്യസ് ആയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ആ സമയത്താണ് 2020 കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2020 കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാല്, ഞാൻ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ ഓഫീസിലെ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോകുന്നു. അങ്ങനെ അങ്ങനെ ഡെയിലി നടന്നു പോവാണ്. അപ്പൊ ഏകദേശം അവിടെ ആ ഒരു പെട്രോൾ ബങ്കിൽ ഒരു പെർ ഡേ ഒരു 10 to 15 lakhsന്റെ 12 to 15 lakhsന്റെ ആവറേജ് ബിസിനസ് പെർ ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെയില് ഒറ്റയടിക്ക് ഇടിഞ്ഞിട്ട് ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷത്തിന്റെ സെയിൽസ് കൂപ്പ് കുത്തി വീണു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, ഏകദേശം 25ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാപനത്തിലെ അതിന്റെ ഓണർ എന്ത് ചെയ്തു, അതിലെ ആളുകളെ വെട്ടിക്കുറക്കാൻ തുടങ്ങി. അപ്പൊ കൊറോണ സമയത്ത് നമുക്കെല്ലാം അറിയാം, പല സ്ഥാപനങ്ങളിലും ആളുകളെ കുറച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് 25 സ്റ്റാഫുള്ള ആളുകളെ എന്ത് ചെയ്തു, 10-15ഓളം സ്റ്റാഫിനെ ലീവിന് വീട്ടിൽ വിട്ടിട്ട് ഒരു 10 പേരെ വെച്ചിട്ട് അത് റൺ ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോ അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ജോലിയിലും അതെന്താണ് ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു പ്രയാസം നമുക്ക്. അപ്പൊ നമ്മളോടിപ്പോ ഓട്ടോമാറ്റിക് നമ്മളോടൊന്നും പറയുന്നില്ല എങ്ങനെ നിങ്ങൾ ജോലി ലീവ് എടുക്കണമെന്നൊന്നും പറയില്ല. പക്ഷെ നമുക്ക് അവിടെ ചെയ്തുകൊണ്ട് പോവാണ്. പക്ഷെ എന്നാലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ആ സമയത്ത്. അതായത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് കൈമുതലായിട്ട് എന്തെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കുന്ന ചിന്ത അന്ന് എനിക്ക് വന്നു തുടങ്ങി. അപ്പോ ആ ഒരു ചിന്ത എന്ന് പറഞ്ഞാല് അത് ശരിക്കും എന്റെ ഒരു ആവശ്യമായി മാറി. കാരണം ഒന്ന് എന്ത് ചെയ്യണം, ഒരു അഡീഷണൽ ആയിട്ട് എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് പ്രപ്പോസലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എനിക്ക് വേണം. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു തുടങ്ങി. ആ ഒരു സമയത്താണ് ഏകദേശം 2020 നവംബർ 19 എന്റെ എന്റെ കല്യാണം ഫിക്സ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ്. പല കാര്യങ്ങളും എന്താണ് ഒത്തുചേരുകയാണ് അവിടെ. അപ്പൊ എന്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയത്താണ് 2020 നവംബർ 19 മാരേജ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ പെട്രോൾ ബങ്കിൽ നിന്നും ആ സമയത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല. മൊത്തത്തില് ഭയങ്കരമായിട്ടുള്ള ട്രബിള്, ഭയങ്കരമായിട്ടുള്ള മോശം സിറ്റുവേഷനിലൂടെ പോകുന്നത്. അതിന്റെ ആള് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഞാൻ അവിടെ ഓഫീസിൽ എനിക്ക് കുറച്ച് എന്റെ മാരേജുമായി ബന്ധപ്പെട്ട് ഒരു 3 months എനിക്ക് ലീവ് വേണം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഒരു 3 മാസത്തെ ലീവിന് അവിടുന്ന് പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ മാരേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ വീട്ടില് നമുക്ക് അറിയാം, വീട്ടിലെ മാരേജ് ഒക്കെ ആകുമ്പോൾ വീട്ടില് കുറച്ച് വീട്ടിലെ പണിയും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നടത്തി പോവാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഏകദേശം കല്യാണത്തിന്റെ ഒരു 1.5 മാസം മുമ്പേ വീട്ടില് എന്റെ അമ്മയ്ക്ക് ഡെങ്കിപ്പനി വന്ന് കിടപ്പിലാകുന്നത്. അപ്പൊ ഡെങ്കിപ്പനി വന്ന് കിടപ്പിലാകുന്നത് മീൻസ് പിന്നെ പെട്ടെന്ന് കൗണ്ട് കുറയാണ് ചെയ്യുന്നത്. കൗണ്ട് കുറഞ്ഞ സമയത്ത് ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടറെ കണ്ട സമയത്ത് എന്ത് ചെയ്തില്ല, ഒരു മാറ്റവും ഇല്ലെന്ന് തന്നെ പറയാം. കുറെ ദിവസങ്ങൾ പോയി. അപ്പൊ പോയിരുന്ന സമയത്തുള്ള ഡോക്ടർ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് പഴങ്ങൾ കഴിക്കുക. ഈ 2 ഓപ്ഷനാണ് അവര് പറയുന്നത്. അപ്പൊ ഇത് തീരെ അപ്പൊ കുറെ ദിവസം 2, 3, 4, 5 ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും ബോഡി വളരെ വളരെ വീക്കായി മീൻസ് എണീക്കാൻ പറ്റുന്നില്ല. വീട്ടില് ഒരു കിടന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം വീട്ടിൽ അത്രയും വളരെ കുറഞ്ഞ സമയമുള്ളൂ. ആ സമയത്ത് വീട്ടിൽ എന്താണ് ആകെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു മുടങ്ങി കിടക്കുന്ന ഒരു സമയം. അപ്പോഴാണ് ഞാൻ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇതിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയുകയും ഈ ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടെന്ന് അറിയുകയും അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് ആ സമയത്ത് ഇതിനെപ്പറ്റി അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ധനീഷ് മാധവൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് സുജയ് സാറ് വഴി ഞാൻ നമ്മുടെ ഒരു 95 കളക്ട് ചെയ്തു. അങ്ങനെ 95 കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട്
രാത്രിയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 7 മണി സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിപ്പ് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണം, ആ സമയത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ കിടക്കുകയാണ്. ശരീരത്തിലൊക്കെ ഒരു നീരൊക്കെ വന്നിന്ന് തടിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. കൗണ്ട് ദിവസം കുറഞ്ഞു വരും. ടെസ്റ്റ് ചെയ്തതിനനുസരിച്ച് കൗണ്ട് കുറഞ്ഞു ലാസ്റ്റ് 59,000 പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ടിലേക്ക് വന്നു. WBC എന്ന് പറഞ്ഞ വൈറ്റ് ബ്ലഡ് സെൽസ് ഏകദേശം 2000 താഴെ. അപ്പൊ ഒട്ടും വയ്യ, പനിയാണെങ്കിൽ കുറയുന്നില്ല. അപ്പൊ അങ്ങനെ ഭക്ഷണമാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പഴങ്ങളോ വെള്ളമൊക്കെ കുടിക്കുക, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ വളരെ മോശം ഒരു സിറ്റുവേഷനിലാണ് ഒരു ദിവസം ഞാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു പാക്കറ്റ് 95ന്റെ സിപ്പ് പൊടിച്ചു കൊടുക്കുകയാണ്. എനിക്കുണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് ഇതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലിയൊരു, എന്റെ ലൈഫ് തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന് ഞാൻ എല്ലാവരോടും പറയാറ്. തൊട്ടടുത്ത ദിവസം ഉണ്ടായിരിക്കുന്ന കാര്യം എങ്ങനെയാ വെച്ചാല്, അമ്മ അവിടെ വീട്ടില് ഒരു റൂമില് അമ്മ ബെഡില്, എന്താണ് കട്ടില്, പിന്നെ ബെഡിൽ എന്താണ് അമ്മ ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിരുന്നു ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, പാ വിരിച്ചിട്ട് തൊട്ട് താഴെ കിടക്കുമായിരുന്നു. കാരണം അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, രാത്രി ഇപ്പൊ എന്തെങ്കിലും കുടിക്കാൻ ചൂടുവെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ ദിവസങ്ങളിൽ ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാനായിരുന്നു ആദ്യം എണീറ്റിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ വെള്ളമോ കാര്യങ്ങളൊന്നും വേണമെങ്കിൽ എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ പിറ്റേന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല്, ഞാൻ എണീക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ ആ ഒരു കട്ടിൽ എണീറ്റിരിക്കുകയാണ് കണ്ടത്. തലേ ദിവസം ഒരൊറ്റ സിപ്പ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഒരൊറ്റ സിപ്പ്. നിങ്ങൾ നോക്കണം അതിന്റെ പവർ. അത് മാജിക്കൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് അത് ഒരു അമേസിങ് മാജിക്കൽ പ്രോഡക്റ്റ് ആണ്, ഒരു സാധാ പ്രോഡക്റ്റ് അല്ല. ഒരൊറ്റ സിപ്പ് കഴിച്ച സമയത്ത് ബെഡ്ഡനായിട്ടുള്ള ഒരു പേഴ്സൺ എന്താണ് എണീറ്റ് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ എണീറ്റ് ഇരുന്ന് കൊണ്ടിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴും എന്റെ ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്, മോനെ എനിക്ക് ഇന്നലെ തന്ന ആ ഒരു സാധനം എനിക്ക് ഒന്നുകൂടി തന്നു. അങ്ങനെ ഞാൻ 2ാമത്തെ സിപ്പ് എടുത്ത് പൊട്ടിച്ച് വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്തു കൊടുത്തു. അപ്പൊ അങ്ങനെ ആ സിപ്പും കഴിച്ച്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കഴിച്ച സമയത്ത് എണീറ്റ് നടക്കാൻ തുടങ്ങി. അന്നേരം അടുത്ത ദിവസം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ 59,000ന്റെ കൗണ്ട് ഏകദേശം 95,000 വന്നു. ഒന്നും നോക്കിയില്ല, 2 നേരം വെച്ച് കൊടുത്തു, രാവിലെയും രാത്രിയും കൊടുത്തു. അടുത്ത 2 ദിവസം കൊണ്ട് 1.25 ലക്ഷത്തിലേക്കും, പിന്നെ അടുത്ത 2 ദിവസം കൊണ്ട് ഏകദേശം 1.25 ലക്ഷം, 2 ലക്ഷം, 3.5 ലക്ഷം, 4 ലക്ഷം, ഇങ്ങനെ കൗണ്ട് കൂടി പോയി. ഏകദേശം ഒരു 1 വീക്കില് 100% ക്യൂർ ആയി. നല്ല രീതിയിലുള്ള മാറ്റം, വളരെ പോസിറ്റീവ്. ഈ കൗണ്ട് കൂടിയതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ, പനി താനേ കുറഞ്ഞു പോയി. ഈ കൗണ്ട് കൂടാത്തത് കൊണ്ടാണ് പനി കുറയാത്തത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കൗണ്ട് കൂടിയ സമയത്ത് പനി എന്തായി, മെല്ലെ മെല്ലെ താഴോട്ട് വന്നു. അങ്ങനെ പനിയൊക്കെ മാറി. നല്ല, പിന്നെ അത് മാത്രമല്ല, ഈ ഡെങ്കി ഫീവർ വന്ന ആളുകൾക്കൊക്കെ അറിയാം, അവിടെ ഒരു ബോഡിയിൽ ഒന്ന് വന്ന് അതൊന്ന് മാറിക്കഴിഞ്ഞാലും ഒരു മിനിമം ഒരു 1-1.5 മാസത്തെങ്കിലും ജോയിന്റ് പെയിനുകൾ ഉണ്ടാവും. ശരീരത്തിൽ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ വേദനയായിട്ട് ഭയങ്കര പ്രയാസം ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, 95 ഒരു 10 സിപ്പേ 10-15 സിപ്പേ അമ്മ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു തരത്തിലുള്ള ജോയിന്റ് പെയിനും ഒന്നും തന്നെ ഇല്ല. ആ പനി അങ്ങ് മാറലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വന്നു, നല്ല എനർജിയിലേക്ക് വന്നു. ഒരു പ്രശ്നമില്ല. സാധാരണയായിട്ടുള്ള അടുത്ത നെക്സ്റ്റ് വീക്കിൽ മാരേജ് ആണ്. അപ്പൊ അങ്ങനെ കല്യാണം ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു പ്രയാസമില്ല. നല്ല ഹാപ്പി ആയിട്ട് എന്റെ ലൈഫ് തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഈ 95 മാറിയതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഞാന് എന്താ പറയാ, പിന്നെ 100% നല്ല 100% കാര്യങ്ങളൊക്കെ മാറിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ തയ്യാറായി. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്താണ് ഇതിൽ നടക്കുന്നത്, ഇതിന്റെ പവർ എന്താണ്, ഇതിൽ എന്താ സംഭവം, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ഒരു പവർ കൊണ്ട് ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങള് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം എന്റെ ഈ പഠിച്ചു തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇതൊരു സാധാ ഇൻഡസ്ട്രി അല്ല. ഇതില് നമ്മള് കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇടപെട്ട് കഴിഞ്ഞാല് ഒരുപാട് വലിയ കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റ് എന്റെ ലൈഫിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെക്കുറിച്ച് എനിക്കൊന്ന് അറിയണ്ടേ, ഇത്രയും വലിയ മാജിക്. കാരണം പല ഡോക്ടേഴ്സും വലിയ MBBSഉം FRCS ഒക്കെ കഴിഞ്ഞ വലിയ ഡോക്ടേഴ്സിന് പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സാധാരണ ആള് പ്രൊമോട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കി തന്നത്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്ന് പഠിക്കണമല്ലോ, എന്താണ് അതിലെ
അടങ്ങിയിരിക്കുന്നതെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നല്ല രീതിയിൽ ഞാനൊന്ന് പഠിക്കാൻ തയ്യാറായി. മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യങ്ങള്, ഇത് ഒരു സാധാരണക്കാരന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും ഇതൊരു സാധാരണ ബിസിനസ് അല്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയെ ഒരു അസാധാരണക്കാരനാക്കി മാറ്റാൻ കഴിവുള്ളൂ. അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എത്രയോ വർഷം രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഒഫീഷ്യലായിട്ട് ജോലി ചെയ്യുമ്പോഴും ഒരുപാട് ടെൻഷനും പ്രഷറും കൂടെയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പോലും കിട്ടാത്തൊരു സന്തോഷം എനിക്ക് ഈ ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കിട്ടാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായ സമയത്ത് എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ സ്വന്തം ബിസിനസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ള ഒരു തിരിച്ചറിവ് എന്നിലേക്ക് വന്നു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഏകദേശം കഴിഞ്ഞ 2022 ഞാൻ ഇതിന് ഫുൾ ടൈം, അതിന് മുമ്പായിട്ട് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ജോലിയുടെ പിന്നാലെ പോയി. അങ്ങനെ 2022 ഞാൻ തുടക്കം തന്നെ ഫുൾ ടൈം കരിയർ ആയിട്ട് എന്റെ ജോലി റിസൈൻ ലെറ്റർ കൊടുത്തുകൊണ്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഫുൾ ടൈം വർക്കറായിട്ട് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, തുടക്കത്തിൽ ഒരു 4 വർഷത്തോളം ഒരു എന്താ മീറ്റിംഗും ട്രെയിനിങ്ങും ഒന്നിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത്യാവശ്യം പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ചെയ്ത സമയത്ത് ഉണ്ടായത് ടേൺ ഓവർ തന്നെ 1 ലക്ഷം ബിസിനസ് വോളിയാണെങ്കിൽ, ഇന്ന് കഴിഞ്ഞൊരു 3 വർഷത്തിനിടയിൽ വളരെ സീരിയസ് ആയിട്ട് വളരെ എനർജിയോടെ നമ്മുടെ ടീമിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഏകദേശം ടോട്ടൽ ടേൺ ഓവർ ഇപ്പൊ ഒരു 40 lakhs ടോട്ടൽ ടേൺ ഓവറിന്റെ ബിസിനസ്സിലേക്ക് വരാൻ സാധിച്ചു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ബിസിനസ് എന്താണെന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് എന്റെ ടീമിലുള്ള ആളുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു, എന്റെ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തതിന്റെ ഭാഗത്ത് കുറച്ച് ടൈം അതിന് കൊടുക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഉണ്ടായിരിക്കുന്ന വലിയൊരു നഷ്ടം എന്ന് പറയുന്നത്, ഞാൻ ഇതിന്റെ ഒരു പവർ എന്താണ്, നമ്മുടെ കസ്തൂരി നാഭിയിൽ ചുമന്ന് നടക്കുന്ന മാനിനെ പോലെയാ, ഇത് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് അറിയില്ല, എന്നാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധനമാണ് ഇന്ന് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂള് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഇന്ന് എന്തിന്റെയൊക്കെയോ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ ആ സമയത്ത് ജോലി എന്ന് പറയുന്ന മൈൻഡ് സെറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ, എനിക്കൊരു മാസം ഇത്ര രൂപ ശമ്പളം ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അതിൽ എനിക്ക് എന്താണ് ആ സമയത്ത് എന്റെ ലൈഫ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചിന്ത എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, ഇന്ന് നിങ്ങൾ ഇവിടെ എന്നെ കേൾക്കുന്ന ഇത്ര ആളുകൾ, ഏകദേശം 383 ആളുകൾ ഇന്ന് ഈ മീറ്റിംഗിലുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ നിങ്ങൾ ബിസിനസ് ചെയ്തോ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങളുടെ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും. ഒരു മിനിറ്റ് ആണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം 1-2 മണിക്കൂറാണ് നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നെങ്കിൽ കൂടെ, ആ 1-2 മണിക്കൂർ നിങ്ങൾ ആരെയും എന്ത് ചെയ്യണ്ട, വിശ്വസിപ്പിക്കുക പിന്നെ ബോധ്യപ്പെടുത്തുകയും വേണ്ട, നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യണം. വേറെ ആരോടും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, കാരണം ഒരു ആവശ്യകത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുള്ളൂ. ഇന്ന് പല ആളുകളും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടം നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും ഇല്ലായിരുന്നു. ഇത്രയും വലിയൊരു അവസരമാണ് കയ്യിലുള്ളത്, പിന്നെ അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ള ചിന്ത എനിക്ക് ആ സമയത്ത്, കാരണം ജോലി എന്നൊരു ഒറ്റ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ പവർ എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, എന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് വലിയൊരു ചേഞ്ചിലേക്ക്, ഇറ്റ് വിൽ ബി ഗോയിങ് ടു ബിക്കം എ ബിഗ് ചേഞ്ച്, ഒരു വലിയ മാറ്റം നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ഫ്രഷ് മൈൻഡ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ കൊടുക്കണം. ഈ ഒരു പുതുവർഷ പുലരിയിലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. കാരണം നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി, അത് ഒരു ജോലിയും 100% ഒരു ജോലിയും മോശമല്ല. ഒരു തൂപ്പുകാരനാണെങ്കിൽ കൂടി തന്നെ ഏറ്റവും അഭിമാനത്തോടെ അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഒരു തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാല് നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക്
പിന്നെ പ്രൊഡക്റ്റ്, അതായത് മീൻസ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അതിൽ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു ദിവസമോ അല്ലെ 10 ദിവസവും നമുക്ക് എന്തെങ്കിലും അസുഖം പെട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ കൂടെ തന്നെ നമുക്ക് അതിൽ റിട്ടേൺ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾ എന്ത് ജോലി ഇന്ന് എല്ലാ ജോലികളും എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാവട്ടെ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാവട്ടെ, ഒരു കൂലി വേല ചെയ്യുന്ന ഒരാളാവട്ടെ, ഒരു ഗവൺമെന്റ് സർവീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവിടേക്ക് നമ്മുടെ പ്രസൻസ് വേണം. നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒന്ന് വയ്യാതെ ആയി കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷെ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നിങ്ങളുടെ അവിടുത്തെ ഒരു ഓണർ എന്ന് പറഞ്ഞ വ്യക്തി ആയിക്കോട്ടെ, അല്ല അതുമായി ബന്ധപ്പെട്ട ആളുകളായിക്കോട്ടെ, നിങ്ങളോട് നല്ല സ്നേഹമുള്ള ആളുകളായിരിക്കും. പക്ഷെ ഒരു കുറച്ച് ദിവസം നിങ്ങളത് വയ്യാതിരിക്കട്ടെ, നിങ്ങൾ നിങ്ങൾ ടയർഡ് ആയിരിക്കട്ടെ, നിങ്ങൾ ടയർഡ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടം കുറഞ്ഞു വരും. എന്തുകൊണ്ടാണെന്നറിയോ? അവര് മുതലാളിയാണ്, മുതലിനെ ലാളിക്കുന്ന ആളാ അവര്. മുതലാളി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവർക്ക് അവരുടെ മുതലിനെ മാത്രം അവർ ലാളിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളോട് ഇഷ്ടംപോലെ സ്നേഹം വാരിക്കോരി തരുന്നൊന്നല്ല. അവർക്ക് ബിസിനസ് സ്ഥാപനമാണ് അവർക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നമ്മളോട് നല്ല സ്നേഹത്തോടെ പെരുമാറും. പക്ഷെ നമ്മൾ ആ ബിസിനസ്സിൽ കുറച്ചു കാലം നമ്മളൊന്ന് എന്താ പറയാ, കുറച്ച് ദിവസങ്ങൾ നമുക്കൊന്ന് വയ്യാതെ ആയി കഴിഞ്ഞാൽ അതിന്റെ നീരസം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. കാരണം എന്താണ്, നമ്മൾ ടയർഡ് ആണെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിൽ നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പറ്റാത്തൊരു സാഹചര്യത്തില് അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ബിസിനസിന്റെ ഒരു പ്രാധാന്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾ എന്ത് ജോലി ചെയ്തോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലിയിലും നിങ്ങൾ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോവാ. പക്ഷെ ഒരു നല്ല ഒരു പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ കൂടെ തന്നെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ ഏറ്റെടുക്കണം. കാരണം നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഒരു നിധിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ എന്താണ് വാല്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും നിരന്തരം അറ്റൻഡ് ചെയ്യണം. നിരന്തരം ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. അത് നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് എനർജി നിങ്ങളുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതിന്റെ ഭയങ്കരമായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ബിൽഡ് ചെയ്യും. ഇതൊക്കെ വന്നു കഴിയുന്ന സമയത്താണ് ഇത് നമുക്ക് നല്ല ആർജവത്തോടെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ട്രെയിനിങ് സർക്കിൾ എന്ന് പറഞ്ഞ GTS, FSS, 1 day അഡ്വാൻസ്, 2 day RTP, 3 day ലീഡർഷിപ്പ് പ്രോഗ്രാം ആൻഡ് വർക്ക്ഷോപ്പ്, ഇത്രയും സർക്കിളുകളോട് നിങ്ങളും പോകണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളെ നിങ്ങൾ അതിലൂടെ കയറ്റി ഇറക്കണം. അപ്പോഴാണ് അവരുടെ ഉള്ളിലേക്ക് നല്ലൊരു വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്ത് ചെയ്യും, നല്ല എനർജിയോടെ നല്ല പവറോടെ നിങ്ങളുടെ ബിസിനസ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പം എന്റെ ടീമില് ഞാൻ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് ടീമിൽ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലബ് ചെയ്തുകൊണ്ടായിരുന്നു ഇതുവരെ മീറ്റിംഗ് GTS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്വന്തം എന്റെ ടീമിന്റെ പേര് ടീം ഐക്കൺസ് എന്നാണ്. ഐക്കൺസിന്റെ ഒരു സ്വന്തം മീറ്റിംഗ് കൂടെ കക്കട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ 60 മെമ്പേഴ്സ് പങ്കെടുത്തു. ഇപ്പൊ അത് ഏകദേശം ഒരു 80 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാളാണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മാക്സിമം ആളുകളെ ഇപ്പൊ നെക്സ്റ്റ് വീക്കിൽ, കഴിഞ്ഞ ദിവസം ബെല്ലി സാറായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്, ഈ വീക്കിൽ പ്രജീഷ് കാവിൽ സാർ CTC ആണ് വരുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുമ്പ് ചെയ്യാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തപ്പോ ആ ടീമിൽ കുറച്ച് റിസൾട്ടുകൾ ഓറിയന്റഡ് ആയിട്ട് കുറച്ച് റിസൾട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്ന് ഈ ബിസിനസ് നിങ്ങളുടെ ആവശ്യമായി മാറ്റിയെടുക്കുക. എന്നെ ഈ കേൾക്കുന്ന ഇത്ര ആളുകൾ, ഏകദേശം 395 ആളുകൾ ഈ മീറ്റിങ്ങിലുണ്ട്. അപ്പൊ എന്റെ വിശ്വാസം നിങ്ങൾ എല്ലാവരും, ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളോ ഒരുപാട് വലിയ അറിവുള്ള ആളോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് ഉണ്ടായിരിക്കുന്ന കുറച്ച് പോരായ്മകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ ഒരു പോരായ്മകള് നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവം സഹായിച്ചു ടീം സക്സസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഓർഗനൈസേഷൻ ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് മാനേജ് ചെയ്യുന്ന ഒരു പവർഫുൾ ഓർഗനൈസേഷൻ ആണ് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക, സഞ്ചരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രയോ ആളുകൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിസിനസ്സിൽ. എത്രയോ ആളുകൾ നമ്മുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ് ആകാൻ വേണ്ടി വളരെ ചുരുങ്ങിയൊരു സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കുഴപ്പം? അപ്പൊ ഇന്ന് പല ആളുകളിലും എന്താണ് നമ്മുടെ മുന്നിൽ എന്തുണ്ട്, ഒരു ബ്ലോക്ക് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്ത എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം നമുക്ക് എന്ത് ചെയ്യാം, അതിന് കുറച്ച് സമയം കൊടുക്കാം. ആ ഒരു മൈൻഡ് സെറ്റ് 100% മാറ്റണം. കാരണം ഈ ബിസിനസ്സിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്തിനനുസരിച്ച്, നിങ്ങൾ കൊടുക്കുന്ന അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ചാണ് നിങ്ങളുടെ റിട്ടേൺ വരുന്നത്. നിങ്ങൾ നന്നായിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ എഫേർട്ട് നിങ്ങൾ കൊടുത്തു നോക്കി.
അതിന്റെ റിസൾട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വന്നു ചേരും. വളരെ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ഒരു ടീമൊക്കെ വളരാൻ തുടങ്ങുമ്പോൾ, അല്ലെ പുതിയ പുതിയ ആളുകളൊക്കെ വന്ന് അവർ സ്വന്തം കാര്യമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ആ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ തന്നെ നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അതുകൊണ്ട് സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബിസിനസ്, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് എന്തും സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം. ലീഡറുടെ ആവശ്യമില്ല. ലീഡർ എന്തോ പറഞ്ഞോട്ടെ, ലീഡർ അവരുടെ കാര്യത്തിന് വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്യണം. ബട്ട് അവർ നിങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ലീഡർ ഈസ് ആൻ അഡ്വൈസർ. ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു വഴി, നിങ്ങൾക്ക് വേണ്ട ഒരു വഴി അവർ കാണിച്ചു തരാണ്. അതിൽ കൂടുതലായിട്ട് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. തുടക്കത്തിൽ ലീഡേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്പോർട്ടൊക്കെ തരും. ട്രെയിനിങ് മീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് തരും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഒന്ന് സഞ്ചരിച്ചു കൊടുക്കുക. അവർ നിങ്ങളെ വിളിക്കുന്നത് ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, എന്തോ കാര്യത്തിൽ നിങ്ങൾ അവരെ വിളിക്കുന്നത് 100% നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് വേണം. അവർ നിങ്ങളെ വിളിച്ച് അവർ ആ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ മുന്നോട്ട് നല്ല സക്സസ് ആക്കാൻ വേണ്ടി, നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പിന്നാലെ നടക്കുകയാണ് അവര്. അവർക്കറിയാം. കാരണം ഒരു ടീം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ, ടീം ടുഗദർ എവരി വൺ അച്ചീവ് മോർ. ഒരുമിച്ചാണ് എല്ലാവരും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീം വർക്കിൽ എന്ത് ചെയ്യണം, എല്ലാവരും ഒരുപോലെ നിൽക്കണം. ഒരു ചങ്ങലയില് ഒരു കണ്ണി ദുർബലമായി കഴിഞ്ഞാൽ ആ ചങ്ങല എന്താണ്, അത് വീക്കാണ്. അപ്പൊ നിങ്ങൾ പവർഫുൾ ആയുള്ള സക്സസ് ടീമിൽ ഓരോ വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ വളരെ പവർഫുൾ ആയിരിക്കണമെങ്കിൽ കട്ടയ്ക്ക് നിൽക്കണം. നിങ്ങൾ ലീഡേഴ്സിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് ഈ ടീമിലുണ്ട്. വളരെ പവർഫുൾ ആയിട്ട് നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻ ചെയ്യുന്ന നല്ല പവർഫുൾ ആയ ലീഡേഴ്സ്. ആ ഒരു കാറ്റഗറിയിലേക്ക് അടുത്തത് ഞാനാണ് എന്ന ചിന്തയില് നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഞാൻ സെക്കൻഡ് പറഞ്ഞ പോയിന്റ് ആണ്, എവറിഥിങ് വിൽ കം ടു യു അറ്റ് ദ പെർഫെക്റ്റ് ടൈം. ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട എല്ലാ കാര്യങ്ങളും വന്നു ചേരും. പക്ഷെ അങ്ങനെ വന്നു ചേരണമെങ്കിൽ വളരെ ആത്മാർത്ഥമായുള്ള ഒരു പ്രവർത്തനം നമ്മുടെ കയ്യിൽ വേണം. വെറുതെ ഒരു കാര്യം വരില്ല. ഒരു ശരിയായ കറക്റ്റായിട്ട് നേർക്ക് പോകുന്ന ഒരു മേഖലയിലും ഷോർട്ട് കട്ടുകളില്ല. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ എഫേർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മുടെ കാര്യങ്ങള് മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ശുഭദിനം, ഈ ഒരു പുതുവർഷത്തിലെ ഈ ഒരു ആരംഭ ദിവസം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാക്കി എല്ലാവർക്കും മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഏകദേശം ഈ മീറ്റിംഗിൽ 402 പേര് ഇന്ന് ഈ മീറ്റിംഗിൽ പ്രസന്റ് ആണ്. ഈ 402 പേർക്കും ഈ 2020 പണ്ടാണെങ്കിൽ നമ്മൾ കമ്പനി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, 3 to 5 years 2,10,000 rupees എന്നാ പറയുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിറ്റുവേഷൻ മൊത്തം മാറി. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ എൻകറേജ്ഡ് ആയിട്ടുള്ള, എൻഗേജ്ഡ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഇന്ന് നമ്മുടെ ടീമിലുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടോടെ ഞാൻ നിങ്ങളോട് പറയാണ്, വിത്തിൻ 1 or 2 years നിങ്ങൾ ഇവിടെ കാണുന്ന അത്ര ആളുകൾക്ക് കമ്പനി പറയുന്ന 2,10,000 rupees എന്ന് പറയുന്ന ആ ഒരു ഫിഗറിലേക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മൈ ലാസ്റ്റ്.